ഹലോ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഈ ലോങ് വീഡിയോയിൽ എന്തിനെപ്പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ, എൻ്റെ സ്കിൻ കെയർ പ്രോഡക്റ്റ്, ഞാൻ എൻ്റെ ഈ സ്കിന്നിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. എൻ്റെ സ്കിൻ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അത്യാവശ്യം നന്നായിട്ട് പിമ്പിൾസും അത്യാവശ്യം നന്നായിട്ട് ബ്ലാക്ക് സ്പോട്ട്സും ഒക്കെ ഉള്ളൊരു സ്കിന്നാണ്. ഓക്കെ, അപ്പോൾ ഇതിലും ഉണ്ടായിരുന്നു. അത് ഞാൻ എങ്ങനെയാണ് കുറച്ച് കൊണ്ടുവന്നതെന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് ഞാൻ ബേസിക്സ് ആയിട്ടുള്ള നോർമലി എല്ലാവരും യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ അല്ലാതെ പിമ്പിളിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ എന്താണ്ട് എനിക്ക് 2 ടോണറുണ്ട്. ഓക്കെ, 2 ടോണറുണ്ട്, കാണാമോ? ഓക്കെ, ഇതാ 2 ടോണേഴ്സ് ഉണ്ട്. ഓക്കെ, ഇത് പിൽഗ്രിമിൻ്റെ 1% വിറ്റാമിൻ സി ടോണറാണ്. ഓക്കെ, ഇതിപ്പോൾ എൻ്റെ സെക്കൻഡ് ബോട്ടിലാണ്. ഇത് അത്യാവശ്യം നല്ലൊരു ടോണറാണ്. ലൈക്ക് നമുക്ക് എപ്പോഴും ഒരു റിഫ്രഷിങ് ഫീൽ തരും. അപ്പം അത്യാവശ്യം നല്ലൊരു ടോണറാണിത്, പിൽഗ്രിമിൻ്റെത്. പിന്നെന്ന് പറയുന്നത് ഇത് വിഷ് കെയറിൻ്റെ ഇത് റോസ് വാട്ടറാണ്. ഓക്കെ, ഇത് വിഷ് കെയറിൻ്റെ റോസ് വാട്ടറാണ്. ഇതും ഞാനങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യാറില്ല, ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. അപ്പം ഇതെൻ്റെ ഫസ്റ്റ് ബോട്ടിലാണ്. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. പക്ഷേ ഇത് കണ്ടു, ഇത് വാങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് എനിക്ക് പറയാൻ അറിയില്ല. പക്ഷേ ഈ പിൽഗ്രിമിൻ്റെ ഈ ഒരു ടോണർ അത് നല്ല സൂപ്പർ ടോണറാണ്. അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്യുന്നൊരു ടോണറാണ്. ഓക്കെ, നല്ല ചൂടുണ്ട് ഗൈസ്, ഫാൻ ഓഫ് ചെയ്തിട്ട് സംസാരിക്കണം. ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ ഈ സെറം യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇത് കണ്ടോ, ഇത് ഡെർമാക്കോൻ്റെ 2% കോജിക് ആസിഡ് ഫേസറാണ്. ഇത് കണ്ടോ, ഫോർ ഡാർക്ക് സ്പോട്ട്സ് ആൻഡ് പിഗ്മെൻറ്റേഷൻ. ഇതിന് 1% ആൽഫ ആർബ്യൂട്ടിൻ ഉണ്ട്, കോജിക് ആസിഡ്, നിയാസിനമൈഡ്. ലൈക്ക് ഡേയിലും നൈറ്റിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇതെന്ന് പറയുന്നത്. ഇതും എൻ്റെ ഒരു സെക്കൻഡ് ബോട്ടിലാണ്. ഇത് അത്യാവശ്യം എനിക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. കാര്യം ഇത് തേച്ച് തുടങ്ങിയതേ പിന്നെ ലൈക്ക് ഈ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ചെറുതായിട്ട് അങ്ങനെ പെട്ടെന്ന് ഗ്രാജുവലി ഉള്ള ചേഞ്ചാണ്, പെട്ടെന്നുള്ള ചേഞ്ച് അല്ല. അപ്പം ഇതിപ്പം തേച്ച് തുടങ്ങിയിട്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് ആ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഒന്നൊരു പൊടിക്ക് കുറഞ്ഞു വരുന്നുണ്ടെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും എൻ്റെ സെക്കൻഡ് ബോട്ടിലാണ്. ഇതും അത്യാവശ്യം നല്ലൊരു ഫേസ് സെറമാണ്. ഇതിന് മുന്നേ ഞാൻ പിൽഗ്രിമിൻ്റെ സെറമാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതും നല്ല സെറമാണ്, ഇഷ്ടമാണ്. പക്ഷേ അതിലും എന്താ പ്രശ്നമെന്ന് വെച്ചാൽ, എനിക്ക് ഈ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഒന്ന് പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്ന് സ്വിച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞ് ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് ഈ ഡെർമാക്കോൻ്റെ തന്നെ മോയ്സ്ചറൈസറാണ്. ഇത് 5% നിയാസിനമൈഡ് ഡെയിലി ഹൈഡ്രേറ്റിംഗ് മോയ്സ്ചറൈസറാണ്. നോർമൽ ടു കോമ്പിനേഷൻ സ്കിന്നാണ്. എൻ്റെ സ്കിൻ എന്ന് പറയുന്നത് കോമ്പിനേഷൻ സ്കിന്നാണ്. ലൈക്ക് ഇപ്പോൾ എന്താ പറയുക, ഈ ടീ സോണിലെല്ലാം എനിക്ക് നല്ല ഓയിലി ഇതായിരിക്കും, പക്ഷേ എൻ്റെ ചീക്സ് അവിടെ എല്ലാം നല്ല ഒരു സോഫ്റ്റായിട്ട് നോർമലായിരിക്കും. അപ്പം എനിക്ക് നോർമൽ ടു കോമ്പിനേഷൻ സ്കിന്നിൻ്റെ ഈ ഒരു ഡെർമാക്കോൻ്റെ സാധനമാണ്, മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ആദ്യമേ ഞാൻ മറ്റേ ന്യൂട്രിഡേമിൻ്റെ ഓൾ സ്കിൻ ടൈപ്പിന് പറ്റുന്ന മോയ്സ്ചറൈസറായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ആസ് എ സ്റ്റുഡൻറ്റ്, ഞാനിപ്പോൾ സ്റ്റുഡൻ്റ് അല്ല, പക്ഷെ മുന്നേ ഞാൻ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പം എൻ്റെ ആ ഒരു ബഡ്ജറ്റിന് എനിക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതല്ലായിരുന്നു, 1000 റേഞ്ച് വരുന്നതായിരുന്നു. അപ്പം ഞാൻ അതിലോട്ട്, ഇത് വലിയ വ്യത്യാസമൊന്നുമില്ല, 500 449 ഉണ്ട്. അപ്പോൾ അതിൽ ഒന്ന് മാറ്റി സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നോർമൽ ടു കോമ്പിനേഷൻ സ്കിന്നിനുള്ളൊരു മോയ്സ്ചറൈസർ തപ്പിയാണ് എനിക്കിത് കിട്ടിയത്. ഇത് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയാം, പക്ഷേ ഇതെൻ്റെ ഫസ്റ്റ് ട്യൂബാണ്. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയാം ഞാനിത് നന്നായിട്ട് യൂസ് ചെയ്തിട്ടുള്ളൊരു സാധനമാണ്. ഇനിയുണ്ട്, ഇത് ഒരാൾക്ക് സുഖമായിട്ട് അത്യാവശ്യം നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഡെയിലി യൂസ് ചെയ്യുന്ന സാധനമാണ്. എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല സാധനമാണ്. നോർമൽ ടു കോമ്പിനേഷൻ സ്കിൻ, എപ്പോഴും നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ഹൈഡ്രേറ്റിംഗ് ആയിട്ടിരിക്കാനോ ഒരു ഫീലൊക്കെ നമുക്ക് തരുന്ന സാധനമാണ്. അത് കഴിഞ്ഞ് സൺസ്ക്രീനും ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് ഡെർമാക്കോൻ്റെ തന്നെ. ഇത് ഡെർമാക്കോൻ്റെ ഒരു പെയ്ഡ് പ്രൊമോഷൻ അല്ല ഗൈസ്, ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങളിൽ ഡെർമാക്കോൻ്റെ ആണെന്നേ ഉള്ളൂ.
അമ്മ വേർത്തൊലിക്കുന്നു. ഓക്കെ, അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഡെർമാക്കോൻ്റെ ആണേ ഉള്ളൂ. ഇത് ഡെർമാക്കോൻ്റെ തന്നെ 1% ഹൈലറോണിക് സൺസ്ക്രീൻ അക്വ ജെല്ലാണ്. ഇതെനിക്ക് തോന്നുന്നു ഓൾ സ്കിൻ ടൈപ്പിന് പറ്റിയ സാധനമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാനിത് ആർക്ക് റെക്കമെൻഡ് ചെയ്യുന്നതൊന്നുമല്ല, ഞാൻ യൂസ് ചെയ്യുന്ന സാധനം എന്താണോ അതിനെപ്പറ്റി മാത്രമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പം ഈ സൺസ്ക്രീൻ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ ട്യൂബായി കേട്ടോ. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഇതെൻ്റെ ഒരു 3ാമത്തെ ട്യൂബാണിത്. ഇതെൻ്റെ അപ്പോൾ ഒരു 3ാമത്തെ ട്യൂബാണ്. ഇത് അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ ഞാൻ ചെന്നൈയിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരിടയ്ക്ക് അവിടെ ചെന്ന ആ ഒരു ടൈമിൽ എൻ്റെ ഫേസൊക്കെ എന്ന് പറയുമ്പോൾ അങ്ങ് കറുത്തങ്ങ് ഇരുണ്ട് കരുവാളിച്ചായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഞാൻ യൂസ് ചെയ്ത, ഞാൻ പേരൊന്നും പറയുന്നില്ല, ഞാൻ യൂസ് ചെയ്ത സൺസ്ക്രീന് എനിക്ക് അത്ര അങ്ങോട്ട് എഫക്റ്റീവ് ആയില്ല. അത് കഴിഞ്ഞ് ഞാൻ സ്വിച്ച് ചെയ്ത സാധനമാണ് ഇതെന്ന് പറയുന്നത്, ഈ ഡെർമാക്കോൻ്റെ ഈ 1% ഹൈലറോണിക് സൺസ്ക്രീൻ ജെല്ലെന്ന് പറയുന്നത്. ഇതും നല്ലതാണ്. ഇത് ഇപ്പോൾ തീരാറായി. ഞാൻ ഇതിനെ ഞെക്കി കൊന്നാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ഞാനിത് വരെ വാങ്ങിയ സാധനമാണ്. ഓക്കെ, അത് കഴിഞ്ഞ് അപ്പം ആ ഏരിയ ഒക്കെ കഴിഞ്ഞു. ഇനി ഞാൻ ലിപ്സിന് വേണ്ടിയിട്ട് ഇത് നിങ്ങൾക്ക് എൻ്റെ ലിപ്സ്, ഞാൻ ഇപ്പോൾ ലിപ്സ്റ്റിക് കിട്ടിയിരിക്കുകയാണ്. പക്ഷേ എൻ്റെ ലിപ്സ് നല്ല പിഗ്മെൻറ്റഡ് ലിപ്സ്റ്റാണ്. എന്നോട് എപ്പോഴും എല്ലാവരും ചോദിക്കും ഞാൻ സിഗരറ്റ് വലിക്കാറുണ്ടോ. പക്ഷേ ഞാൻ സിഗരറ്റ് വലിക്കാറില്ല ഗൈസ്. എൻ്റെ അത്യാവശ്യം നല്ല പിഗ്മെൻറ്റഡ് ലിപ്സാണ്. പിന്നെ പുറത്ത് പോയി വെയിലടിച്ച് അത് കുറച്ചുകൂടെ നന്നായിട്ട് പിഗ്മെൻറ്റഡ് ആയി. അപ്പം അതിൽ നിന്ന് ജസ്റ്റ് എന്നെ ഒന്ന് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്തൊരു സൺസ്ക്രീനാണ് ഈ ദേഗയുടെ ഈ ബീട്രൂട്ടിൻ്റെ സൺസ്ക്രീൻ അല്ല, സോറി ഗൈസ്, ലിപ്പ്. അതിൽ നിന്ന് എന്നെ ഒന്ന് നന്നായിട്ടൊന്ന് പിഗ്മെൻറ്റേഷൻ ഒന്ന് കുറയ്ക്കാൻ, ഒന്ന് ഫെയ്ഡാക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള സാധനമാണ് ഈ ദേഗയുടെ ബീട്രൂട്ട് ലിപ് ബാം എന്ന് പറയുന്നത്. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ഞാനിതിൻ്റെ പരിപ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഇത് തീരാറായി. ഇതും എൻ്റെ ഫസ്റ്റ് ബോക്സാണ്, ഫസ്റ്റ് ബോട്ടിലല്ല, ഫസ്റ്റ് സാധനമാണ്. ഫസ്റ്റ് ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതെനിക്ക് അത്യാവശ്യം നന്നായിട്ട് എഫക്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. പിന്നെ ഞാൻ പുറത്തു പോകുമ്പോൾ ഈ വിഷ് കെയറിൻ്റെ തന്നെ ഇത് കണ്ടോ, ഈ SPF ഉള്ള ഈ സെറാമൈഡ് ലിപ് ബാമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് SPF 50 ആണ്. ഓക്കെ, ഇത് SPF 50 ആണ്. അപ്പോൾ ഈ സാധനമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഇത് ഞാൻ അങ്ങനെ എപ്പോഴും യൂസ് ചെയ്യാറില്ല. കാര്യം ഈ ഒരു സാധനം എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ ഓൾമോസ്റ്റ് ടൈമിലും ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ഇതിൻ്റെ പെയിൻ്റൊക്കെ ഇവിടെ ഇളകി അത്യാവശ്യം നന്നായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഓൾമോസ്റ്റ് ഞാൻ മിക്ക ടൈമിലും പുറത്ത് പോകുമ്പോഴും ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല, എന്നാലും ഞാൻ യൂസൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സാധനം തന്നെയാണ്. ഓക്കെ, പിന്നെ വേറെ ഒരു ലിപ് ബാമും കൂടെ എൻ്റെ കയ്യിലുള്ളതെന്ന് പറയുന്നത് ഇത് ഡേംഡോക്കിൻ്റെ ആണ്. 1% ഗ്ലൂട്ടാത്തൈൻ ആൻഡ് 2.5% ആർബ്യൂട്ടിൻ. ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതും അവർ പിഗ്മെൻറ്റേഷൻ ഫെയ്ഡ് ചെയ്യാനുള്ള ഒക്കെ ഒരു ലിപ് ബാം ആണെന്നാണ് പറയുന്നത്. പക്ഷേ ഇതെനിക്ക് ഫ്രീ കിട്ടിയതാണ് ഗൈസ്, ഞാൻ പൈസ മുടക്കി വാങ്ങിയ സാധനമല്ല. അപ്പോൾ ഇതങ്ങനെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ആ ട്യൂബ് അതേപോലൊക്കെ തന്നെ ഇരിക്കുകയാണ്. ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല. ഇതിടുമ്പോൾ നമുക്ക് ഈ പേസ്റ്റ് ചുണ്ടേ തേച്ചൊരു ഫീലില്ല, ആ ഒരു ഫീൽ എനിക്ക് വരുന്ന ഒരു ചെറിയ ബേണിങ് സെൻസേഷൻ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ഈ സാധനം അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഓക്കെ, ഇനിയും ഒരു സാധനം കൂടെ ഉണ്ട്. ഓക്കെ, അടുത്തത് ഞാൻ നൈറ്റിൽ കിടക്കാൻ നേരം യൂസ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഈ ഒരു ബോക്സിനകത്താക്കി വെച്ചേക്കാണ്. ഓക്കെ, ഇത് 1 വീക്കിലത്തേക്ക് മാത്രം ഞാൻ ചെയ്ത് വെക്കുന്ന സാധനമാണ്. ഞാൻ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കിയതാണ്. ഇതിപ്പം എന്താ പറയുക, ഇത് മറ്റേ നമ്മുടെ അലോവേര ജെല്ല്, റോസ് വാട്ടർ, വിറ്റാമിൻ ഇയുടെ ക്യാപ്സ്യൂള്, ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ, ഗ്ലിസറിൻ, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഫോമാക്കി വെക്കുന്ന ഒരു ക്രീം പരുവത്തിലാക്കുന്ന സാധനമാണ്. ഇത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള എന്താണെന്ന് ചോദിച്ചാൽ ഇത് അത്യാവശ്യം നന്നായിട്ട് നമുക്കൊരു ഈ കുറേക്കാരുടെ സ്കിന്നില്ലേ, ഒരു ഗ്ലാസ് സ്കിൻ, ഒരു ക്ലിയർ, രാവിലെ എണീക്കുമ്പോൾ ഒരു വെട്ടവും വെളിച്ചവും ഒരു ബ്രൈറ്റ്നസ് ഒക്കെ ഫീൽ ചെയ്യുന്നത്, ആ ഒരു സാധനമാണിത്. ഇത് എനിക്ക് മാറ്റം വന്നതിനെക്കാട്ടിൽ കൂടുതൽ എൻ്റെ അമ്മയ്ക്കാണ് മാറ്റം വന്നേക്കുന്നത്. കാര്യം അമ്മ ഇപ്പം ഏജ് 54 ആണ്. അപ്പം കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയിട്ട് ആളാകെ
ആളുടെ സ്കിന്നാണെങ്കിലും ആകെ ഇതൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ അമ്മയ്ക്ക് അത്യാവശ്യം നല്ല ചേഞ്ച് ഉണ്ട്, മുഖത്തൊക്കെ ഒരു ഇച്ചിരി മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഈ സാധനമാണ് ഞാൻ രാത്രി യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇത് യൂസ് ചെയ്തിട്ട് പേഴ്സണലി എനിക്ക് മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചാൽ മാറ്റമുണ്ട്. അത്യാവശ്യം നല്ലൊരു ക്ലിയർ എന്ന് പറയാൻ പറ്റത്തില്ല, പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഇഷ്ടമാതിരി ഉണ്ട്. പക്ഷേ എനിക്കിത് യൂസ് ചെയ്തിട്ട് ഒരു ചെറിയ എപ്പോഴും നമുക്കൊരു എന്താ പറയുക, ഈ ഗ്ലാസ് സ്കിൻ എന്നൊക്കെ പറയത്തില്ല, അങ്ങനെ ഒരു ഫീൽ ഗ്രാജുവലി ഉള്ള ചേഞ്ചസ് ആയിരിക്കും മേ ബി വരുന്നത്. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് സഡനായിട്ടുള്ള ചേഞ്ച് ആയിരുന്നു. അപ്പം ഈ സാധനമാണ് ഞാൻ നൈറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് എൻ്റെ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നത് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യുന്നതോ ആരോടും ഇത് യൂസ് ചെയ്യാൻ പറയുന്നതോ ഒന്നുമല്ല. ഞാൻ എന്തൊക്കെയാണ് എൻ്റെ സ്കിന്നിന് വേണ്ടി ബേസിക്സ് ആയിട്ട് ചെയ്യുന്നത് അത് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ പിന്നെ മറ്റേ നമ്മുടെ പാക്കൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്, മറ്റേ രക്തചന്ദനത്തിൻ്റെ പാക്ക് ഇട്ട് കൊടുക്കും. അപ്പം അതും എനിക്ക് പെട്ടെന്ന് ചേഞ്ചസ് എന്തെങ്കിലുമൊക്കെ പിഗ്മെൻറ്റേഷനൊക്കെ ആയിട്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്നൊരു ബ്രൈറ്റ്നസ് തരാൻ അതും ഹെൽപ്പ് ചെയ്യും. അങ്ങനത്തെ കുറച്ച് പൊടിക്കൈകൾ മാത്രമേ ചെയ്യാറുള്ളൂ. അല്ലാതെ കൂടുതലായിട്ട് സ്കിൻ കെയറിന് ഞാൻ അങ്ങനെ ഇത് ചെയ്യാറില്ല. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ എനിക്ക് തോന്നുന്നു ചിലപ്പം മേ ബി 2000 ബിലോ അല്ലെങ്കിൽ 2000 ആ ഒരു റേഞ്ചിലായിരിക്കും ഈ സാധനങ്ങൾ എല്ലാം വരുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ എന്ന് പറയുന്നത്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ ചാനലാണ്, അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ.